ശബരിനാഥന്റെ അവസരമാണ്. ശബരിനാഥൻ തുടർച്ചയായി രാജസ്ഥാനിൽ 2 തവണയാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം ന്യൂനപക്ഷത്തെ അപഹസിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തുന്നത്. ഇന്ന് ഒരു പടി കൂടി കടന്നുകൊണ്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ പ്രസംഗത്തിലുണ്ട്. താങ്കൾ കേട്ടിരിക്കും. രാമനവമി ആഘോഷങ്ങൾ കോൺഗ്രസ് തടഞ്ഞു എന്ന് പറയുന്നു. ധൈര്യമായി ഹനുമാൻ ചാലിസ ചൊല്ലണമെങ്കിൽ BJP അധികാരത്തിൽ വരണം എന്നുകൂടി ഇന്ന് രാജസ്ഥാനിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. ഈ തുടർച്ചയായി നടത്തുന്ന ഈ പ്രസംഗങ്ങൾ, നിങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയല്ലോ, നിങ്ങൾ മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പരിശോധിച്ചു വരികയാണ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ, എന്തെങ്കിലും കാര്യം ഈ നടപടി ഉണ്ടാകുമെന്ന്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒന്നാമത്തെ ഷെഡ്യൂൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ BJP വിചാരിച്ച പോലത്തെ ഒരു വോട്ടിംഗ് അപ്സേർജ് അവർക്ക് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായില്ല എന്നുള്ളവർക്ക് മനസ്സിലായി തുടങ്ങി. അവർ വിചാരിച്ചത്രയും പോലെ ഗ്രാമീണ മേഖലയിലെ ആളുകൾ അവർക്ക് സപ്പോർട്ടില്ല. ഇവർ ഈ കടുത്ത വർഗീയത പറഞ്ഞിട്ടും ജനങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല. കൂടുതൽ വോട്ടുകൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് വരുന്നു എന്നുള്ള ചില ദിശയിലേക്കുള്ള വാർത്തകൾ വന്നതോടെയാണ് ഈ രണ്ടാം ഷെഡ്യൂളിനടുത്ത് ഇത്ര തീവ്രമായിട്ടുള്ള വർഗീയത, RSSന്റെ ഏറ്റവും കടുത്ത നേതാക്കൾ പറയുന്നതിനേക്കാളും കവച്ചു വെക്കുന്ന വർഗീയത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി പറയുന്നത്. ഇതൊരു പാറ്റേൺ തന്നെയാണ്. നമ്മൾ ഈ 2017 ഇലക്ഷൻ സമയത്ത് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ ഗുജറാത്ത് ഇലക്ഷൻ സമയത്ത് അഹമ്മദ് പട്ടേലിനെ ഈ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ്റെ ഹൈക്കമ്മീഷണറും പാകിസ്ഥാൻ്റെ ഒരു മന്ത്രിയും മണിശങ്കർ അയ്യർ വീട്ടിൽ വെച്ച് മീറ്റിംഗ് കൂടി എന്നുള്ള ഒരു നട്ടാൽ കുറുക്കാത്ത നുണ അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ 2017 ആ സമയത്താണ് UP ഇലക്ഷൻ്റെ സമയത്ത് ഈദിൻ്റെ സമയത്തും ദീപാവലിയുടെ സമയത്തും ഈദ് സമയത്ത് കൂടുതൽ വെളിച്ചം കൊടുക്കുന്നു എന്നുള്ള വീണ്ടും ഒരു കള്ളം അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ 2019 ഇലക്ഷൻ സമയത്ത് ശ്മശാൻ വേഴ്സസ് ഖബറിസ്ഥാൻ എന്ന് വെച്ചാൽ ശ്മശാനം വേണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മരണപ്പെടുന്ന ആളുകൾക്കുള്ള ഖബറിസ്ഥാൻ വേണോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ മോദി തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം 2019 പറഞ്ഞതുകൊണ്ട് ഈ വേഷം കണ്ടാൽ ആളുകളെ അറിയാമെന്ന് പറഞ്ഞു. ഇവരുടെയൊക്കെ വേഷം കണ്ടാൽ നമുക്ക് അറിയാമല്ലോ ആരാണെന്നുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ കയ്യിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം നഷ്ടപ്പെടുന്നു, ജനങ്ങൾ കൂടുതൽ ബോധപൂർവം തീരുമാനമെടുക്കുന്നു മനസ്സിലായപ്പോൾ വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറയുകയാണ്. അതിന് അദ്ദേഹം എടുത്തിരിക്കുന്നത് പക്ഷേ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ മൻമോഹൻ സിംഗിൻ്റെ വാക്കുകളെ വ്യാഖ്യാനിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2006 മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ മീറ്റിങ്ങുകളിൽ പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം എടുത്തു മാത്രമാണ് അദ്ദേഹം ഇതിനെ വക്രീകരിച്ചത്. മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം നമ്മൾ മുഴുവൻ വായിക്കുകയാണെങ്കിൽ ആ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അദ്ദേഹം മുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകളാണെന്ന് തോന്നുന്നു. അതിൽ പറയുന്നുണ്ട് ഒരു രാജ്യത്തിൻ്റെ രീതിയിൽ നമ്മുടെ കളക്റ്റീവ് പ്രയോറിറ്റി കർഷക മേഖലയാണ്, കുടിവെള്ളമാണ്, ഇറിഗേഷനാണ്, ആരോഗ്യമാണ്, വിദ്യാഭ്യാസമാണ്, പാവപ്പെട്ടവർക്കുള്ള റൂറൽ ഇൻഫ്രാസ്ട്രക്ചറാണ്, പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ജനറൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗം SC ST അതർ ബാക്ക്വേർഡ് ക്ലാസുകൾ മൈനോറിറ്റികളുടെ അപ്ലിഫ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടി ദ കോമ്പണന്റ് പ്ലാൻസ് ഫോർ SC and ST വിൽ നീഡ് ടു ബി റീവൈറ്റലൈസ്ഡ്. വി വിൽ ഹാവ് ടു ഡിവൈസ് ഇന്നോവേറ്റീവ് പ്ലാൻസ്. നമുക്ക് മൈനോറിറ്റീസും മുസ്ലിം കമ്മ്യൂണിറ്റിയും ഒക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി അവർക്ക് ഇക്വിറ്റബിളായി ഈ രാജ്യത്തിൻ്റെ റിസോഴ്സുകൾ എല്ലാവർക്കും തുല്യമായി പങ്കിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ശരിയായ ദിശയിൽ ഭരണഘടനാ ബോധ്യത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിപ്പിച്ചിട്ടുള്ള ഈ രാജ്യം എന്തിനാണ് വേണ്ടിയാണ് നിലനിൽക്കുന്നത് അതിൽ പഠിപ്പിച്ചിട്ടുള്ള ഇക്വിറ്റബിളായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, എല്ലാവരെയും ഒരുമിച്ച് കാണുന്ന ഭരണഘടനാ ബോധത്തോടെ ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്കുകളുടെ ഒരു വാക്കിൻ്റെ ഒരു ലൈനിൻ്റെ ഒരറ്റത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞ വാക്ക് മാത്രം എടുത്തുകൊണ്ടും എല്ലാ മുസ്ലിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്ന നീചമായിട്ടുള്ള രാഷ്ട്രീയം, അതും BJPക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, BJPക്ക് ഏറ്റവും കൂടുതൽ പിന്നോട്ട് നടക്കാൻ പോകുന്ന സ്ഥലം രാജസ്ഥാനാണ്. അവർ കഴിഞ്ഞ തവണ 25 സീറ്റിൽ എല്ലാ സീറ്റും ജയിച്ച പ്രദേശമാണ് രാജസ്ഥാൻ. ആ രാജസ്ഥാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോർച്ച വരുന്നതെന്നുള്ള BJP റിപ്പോർട്ട് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് ടോങ് അടക്കമുള്ള പ്രദേശങ്ങളിൽ തീവ്ര വർഗീയത ഹിന്ദുത്വം പറഞ്ഞുകൊണ്ട് അവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ട് അറ്റാക്ക് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള പ്ലാനാണ്. അതുതന്നെയാണ് നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിൽ പറഞ്ഞത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതിന് തുറച്ചു പറഞ്ഞു. അതിന് തുറച്ചായി ഹിമന്ത ബിശ്വ ശർമ്മ കേരളത്തിൽ വന്ന് പറയുന്നു. അപ്പോൾ ഇവരുടെ ഒരു പ്ലാനാണ്. ഇവരുടെ ഞാൻ പറഞ്ഞില്ലേ, ഇവരെന്തൊക്കെ ഡെവലപ്മെൻറ്റ് പറഞ്ഞാലും എത്രമാത്രം PR വർക്ക് നടത്തിയാലും കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നടത്തിയാലും ഇത്രത്തോളം ഫണ്ട് ചെലവഴിച്ചാലും ആത്യന്തികമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരാണെന്നുള്ളത് ഇന്ന് ആളുകൾക്ക് മനസ്സിലായി.
അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം തുടങ്ങിയ ബേസിൽ തന്നെ ആ ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടിൽ മാത്രം നിൽക്കുന്ന ഒരു വെറും കാര്യകർത്താവായിട്ട് ചുരുങ്ങിപ്പോയെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെ ചുരുങ്ങിപ്പോയെന്നുള്ളത് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ രാഷ്ട്രീയം പറയൂ, നിങ്ങൾ പൊളിറ്റിക്സ് പറയൂ, നിങ്ങൾ ഡെവലപ്മെൻറ്റ് പറയൂ. നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നിന്നുകൊണ്ട് 148 കോടി ആളുകളുടെ പ്രധാനമന്ത്രിയായി നിന്നുകൊണ്ട് ആളുകൾ വിഭജിക്കുവാനും ആ വിഭജിക്കുന്നതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുവാനും വേണ്ടി ഒരു പ്രധാനമന്ത്രി വരുന്നത് തന്നെയാണ് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം വേണമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ഞാൻ കാണുന്നത്. അതിന് തുടർച്ചയായിട്ടുള്ള കേരളത്തിലെ കാര്യങ്ങൾ അടുത്ത സെഗ്മെൻറ്റിൽ ചോദിക്കുമ്പോൾ പറയാം. ഇപ്പോൾ എന്തായാലും നരേന്ദ്രമോദിയും കൂട്ടരും BJPയും അവർ പേടിച്ചിരിക്കുകയാണ്, അവർ വിരളി പൂണ്ടിരിക്കുകയാണ്. ഇനി നോക്കിക്കൊടുത്ത് ഒരു ലോങ് ഇലക്ഷനാണ്, 6-7 ഘട്ടമുണ്ട്. ഇലക്ഷൻ കമ്മീഷണർ നമുക്കൊരു വിശ്വാസം പോലും ഉള്ള കാര്യം പറയട്ടെ, ഒരു ഇലക്ഷൻ കമ്മീഷണർ ഇലക്ഷന് 2 ആഴ്ച മുമ്പ് രാജിവെച്ചിട്ട് പോയി. പുള്ളിക്കാരൻ എവിടെയാണെന്ന് പോലും ആർക്കും പറഞ്ഞുകൂടാ. അതേപോലെ തന്നെ ഗുജറാത്ത് അടക്കമുള്ള സ്ഥലങ്ങളിലുള്ള ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇലക്ഷൻ കമ്മീഷനിൽ യാതൊരു വിശ്വാസവുമില്ല. നിർഭാഗ്യവശാൽ ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അവർക്ക് ജനങ്ങളുടെ വോട്ട് ലഭിക്കാൻ BJPക്ക് പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ, ED, ഇൻകം ടാക്സ് അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ അട്ടിമറിക്കുവാൻ BJP നോക്കുകയാണ്. Debate with Smriti Parthikad.